ആ സമയത്താണ് സ്പിരിച്വൽ ലോകം, ആ റലം എന്താണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. എനിക്കൊരു ഗുരുക്കന്മാരും ഉണ്ടായിരുന്നില്ല. പ്രപഞ്ചശക്തി, യൂണിവേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെക്കുന്ന ആ ഒരു പവർ എന്നെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുകയായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക്. ശരിയാണ്, ഞാൻ ഈ ഒരു തലത്തിലേക്ക് എത്തിയത് പറ്റിക്കപ്പെട്ടിട്ടാണ്. അവസാനം ഞാൻ അതെന്താണെന്ന് അറിയാൻ ഇറങ്ങി തിരിച്ചു. ഒരു വലിയ ട്രോമ സ്റ്റേജിലൂടെ ഞാൻ പോയിരുന്ന സമയത്ത് ഞാനൊരു അന്ധവിശ്വാസിയായി മാറി. അപ്പോൾ ഇവർ നമ്മൾ പറയാത്ത ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പം നമ്മൾ അതിനകത്ത് വീണുപോകും. പലരും ഉണ്ടാവും ഈ കൂട്ടത്തിൽ തന്നെ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരും ഉണ്ടാവും. കാരണം നമ്മൾ ഇമോഷണലി തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അത്യാവശ്യം കുറച്ച് ഓക്കെ ആയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നീ ഇതെന്താ ചെയ്തേ? അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി ഇതാണ് റേക്കി. ഞാൻ ആദ്യമായിട്ട് നോ പറയാൻ പഠിച്ചു. ഞാൻ നേടിയത്, ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്, എനിക്ക് കഴിയുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കഴിയും. ഒന്ന് പ്രാർത്ഥന, പിന്നെ മറ്റ് ഗുരുക്കന്മാർ പറഞ്ഞ പോലെ തന്നെ ധ്യാനം. നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. നല്ലതിലേക്ക് എത്തിപ്പെടുക, ഇതിൻ്റെ മോശം വശം നമ്മൾ കണ്ടുപിടിച്ച് അതിൽ പോയി പെടാതിരിക്കുക എന്നുള്ളതും കൂടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ജീവിതം. കണ്ടോ, കുറച്ച് നേരത്തെ വെളിച്ചം നഷ്ടപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരും അലോസരപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോയി അല്ലേ? എല്ലാവരും തന്നെ അസ്വസ്ഥരായി. ഓക്കെ, തുടരാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് ഓരോ ആളുകളിൽ സംഭവിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അവിടെയാണ് ഞാൻ നിർത്തിവെച്ചത്. എന്നിൽ സംഭവിച്ച എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2013 എനിക്കൊരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. നേരത്തെ ഇവിടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പറഞ്ഞ പോലെ തന്നെ മരണത്തെ കണ്ടു, മരണത്തിലേക്ക് പോയി. ഒരു 15 മിനിറ്റ് നേരം എന്നിലത് സംഭവിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞത് അതൊക്കെ തന്നെയാണ്. അതിൻ്റെ മറ്റ് മെഡിക്കൽ സയൻസ് വശങ്ങളൊന്നും എനിക്കറിയില്ല, എങ്കിൽ കൂടിയും ഞാൻ കണ്ടിരുന്നു കുറച്ച് കാര്യങ്ങൾ. അതിൽ നിന്ന് 15 ദിവസത്തെ ഹോസ്പിറ്റൽ വാസവും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത സൂയിസൈഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഈ കുറുന്തോട്ടിക്കും വാദം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, നാട്ടുഭാഷയിൽ പറയാറുണ്ട്. അതുപോലെയായി എൻ്റെ അവസ്ഥ. എല്ലാവരെയും കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റായ എനിക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടണം എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ ഫാമിലി, എൻ്റെ സമൂഹം, എന്നെ അറിയുന്ന എൻ്റെ ബന്ധങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ സമയത്താണ് സ്പിരിച്വൽ ലോകം, ആ റലം എന്താണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. എനിക്കൊരു ഗുരുക്കന്മാരും ഉണ്ടായിരുന്നില്ല. എന്നിലേക്ക് ശ്രദ്ധിച്ച് ഞാൻ കുറേ നേരം ഇരിക്കുമായിരുന്നു. മെഡിറ്റേഷൻ എന്ന് നമുക്കതിനെ പിന്നീട് പറഞ്ഞു വയ്ക്കാം. പക്ഷേ ആ ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ച് എന്താണ് ഞാൻ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഞാനൊരു തെറ്റും ആർക്കും ഒരിക്കലും ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് എന്നിലിത് സംഭവിച്ചു. നമ്മളെല്ലാവരും പല വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ സംഭവിച്ചു, മുന്നോട്ട് പോയല്ലേ പറ്റൂ. ആ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥയിൽ എനിക്ക് പല കാര്യങ്ങൾ ഇൻറ്റ്യൂഷൻ പോലെ എന്നിൽ സംഭവിക്കപ്പെടാൻ തുടങ്ങി. എനിക്ക് തോന്നിയത് മെഡിസിൻ്റെ എന്തോ ഹാലുസിനേഷനാണ്. എനിക്കെന്തോ കാര്യമായ തകരാറ് എൻ്റെ ബ്രെയിനിന് സംഭവിക്കുന്നുണ്ട്, എൻ്റെ മൈൻഡിന് സംഭവിക്കുന്നുണ്ട്. ഡിപ്രഷനിലേക്ക് കംപ്ലീറ്റ്ലി ഞാൻ മുങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, പ്രപഞ്ചശക്തി, യൂണിവേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ആ ഒരു പവർ എന്നെ കൈപിടിച്ച് മുന്നോട്ട് നടത്തുകയായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക്. ഇനിയും എനിക്ക് ധാരാളമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ആത്മവിശ്വാസം എനിക്ക് നൽകിയത് എൻ്റെ ആ ഒരു പ്രപഞ്ചശക്തി തന്നെയാണ്. എന്നെ മുന്നോട്ട് നടത്തി അവിടെ നിന്ന് സ്പിരിച്വൽ ലോകത്തേക്ക്, സ്പിരിച്വാലിറ്റിയിലേക്ക്, ആ റലത്തിലേക്ക്, ഡൈമെൻഷനിലേക്ക് ഞാൻ കടന്നു എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് മുന്നിലെത്തുന്ന മെഡിസിൻ കഴിച്ചിട്ട് ധാരാളം ബുദ്ധിമുട്ട് അനുഭവിച്ച് എൻ്റെ മുന്നിലെത്തുന്നവർക്ക് മെഡിസിൻ്റെ സഹായത്തോടു കൂടി തന്നെ സ്പിരിച്വൽ ലോകത്തേക്ക് അവരെ ഞാൻ കൈപിടിച്ച് നടത്താറുണ്ട്. 21 ദിവസം നീളുന്ന ട്രീറ്റ്മെൻറ്റ്, തെറപ്പി, 21ഓളം തെറപ്പീസ് ഞാൻ ചെയ്യിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും എന്താണ് അവരുടെ വിഷയങ്ങൾ, അതിനെ അനുബന്ധിച്ചുള്ള തെറപ്പിയിലൂടെ ആദ്യം അവർ കൊടുത്തിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചുള്ള മെഡിസിൻ കഴിച്ചോളൂ, അതിനൊരു ബുദ്ധിമുട്ടുമില്ല. എങ്കിൽ കൂടിയും നമ്മൾ ഈ 21 ദിവസം പിന്നിടുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത് സ്പിരിച്വലായിട്ടുള്ള ഒരു കണക്ഷൻ വേണം. എന്താണ് നമ്മൾ സൃഷ്ടി, സ്ഥിതി, സമാധി
എന്ന ഒരവസ്ഥയിലേക്ക് പോകും മുമ്പ് നമ്മൾ അനുഭവിക്കേണ്ട ജീവിത രീതികൾ, ശൈലികൾ, ഓരോ വ്യക്തിത്വങ്ങളെയും എങ്ങനെ കാണണം, നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണണം, സെൽഫ് റെസ്പെക്റ്റ് എന്താണ്, സെൽഫ് ലവ് എന്താണ്, ഇതെല്ലാത്തിലൂടെയും നമ്മൾ ഈ സ്പിരിച്വൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിനുശേഷം ഞാൻ റേക്കിയിലേക്ക് എത്തി. അതിന് മുമ്പ് തന്നെ ധാരാളം കോഴ്സസ് ഇതുപോലെ പഠിച്ചു. ആകാശിക് റെക്കോർഡ്സ് പഠിച്ചു, PLR ചെയ്യാൻ തുടങ്ങി. എൻ്റെ ബഹുമാന്യനായ ഗുരു വിനുപ് സർ, അദ്ദേഹമാണ് എന്നെ ഫസ്റ്റ് ലെവൽ റേക്കി പഠിപ്പിച്ചത്. അവിടെ നിന്ന് വേറൊരു ലോകത്തേക്ക് ഞാൻ വന്നു. അതിനുശേഷം ബഹുമാന്യനായ രവീന്ദ്രൻ മാസ്റ്റർ സെക്കൻഡ് ലെവൽ, അങ്ങനെ ധാരാളമായ റേക്കിയുടെ ലോകത്തിലൂടെ ഞാൻ സഞ്ചരിച്ചു, ഏഞ്ചൽസിൻ്റെ ലോകത്തിലൂടെ സഞ്ചരിച്ചു. ഇതൊക്കെ സ്പിരിച്വൽ റെലംസ് ആണ്. നമ്മൾ എത്രയും മാത്രം നമ്മളെ ശുദ്ധമാക്കി വെക്കുന്നോ, നമ്മൾ നിമിത്തം മറ്റൊരാളുടെ കണ്ണ് നനയാൻ സാഹചര്യം ഉണ്ടാവാത്ത അവസ്ഥ നമ്മൾ സൃഷ്ടിക്കുന്നുവോ, അതൊക്കെ തന്നെയാണ് ഈ പറയുന്ന സ്പിരിച്വാലിറ്റി. നമ്മളെന്ന് പറയുന്ന സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഇന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും നമ്മളുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഇന്നെന്താണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതിൽ മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ നാളെ വളരെ വർണ്ണശബളമായിട്ട് നമുക്ക് മുന്നിൽ എത്തിക്കോളും. അതിനെക്കുറിച്ച് ഓർത്ത് ആരും ആശങ്കപ്പെടേണ്ട, ഡിപ്രഷനിലേക്ക് പോകണ്ട, മെഡിസിനും കഴിക്കേണ്ട. ഇന്നിനെ കേന്ദ്രീകരിക്കൂ. സെൽഫ് ലവ് നിങ്ങളിലുണ്ടാവും, സെൽഫ് റെസ്പെക്റ്റും ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സ്പിരിച്വൽ വേൾഡിന് വലിയ ഒരു പങ്കുണ്ട്. ആ പങ്ക് എന്താണെന്ന് നമ്മൾ ഓരോരുത്തർക്കും തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഒരു സാഹചര്യം ഒരുക്കിത്തന്ന, ഈ വേദി ഒരുക്കിത്തന്ന ബാക്ക് മീഡിയയിലെ രാഹുലിനും രഞ്ജിത്തിനും രോഹിത്തിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു. നിരഞ്ജന, ബാക്ക് മീഡിയയിലൂടെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകണം. ടാരോ റീഡറാണ്, റേക്കി മാസ്റ്ററാണ്. അപ്പോൾ നിരഞ്ജനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞാണ് ഈ ഒരു മേഖലയിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. പുള്ളിക്കാരിയുടെ ഒരു സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഈ ഒരു മേഖലയിലേക്കുള്ള കടന്നുവരവ് പോലും ഉണ്ടായത് എന്ന് പറഞ്ഞു. പുസ്തകം എഴുതുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി എഴുതണമെന്നും പറഞ്ഞു. സ്പിരിച്വൽ മേഖലയിലെ തട്ടിപ്പുകൾ, എപ്പോഴും പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ. അപ്പോൾ എനിക്കറിയേണ്ടത് വിഷയം ഇതാണ്, സ്പിരിച്വൽ മേഖലയിലെ തട്ടിപ്പുകൾ. നമസ്കാരം. സ്പിരിച്വാലിറ്റിയിൽ ഒരുപാട് ഉയരങ്ങളിൽ സഞ്ചരിക്കുന്ന ഗുരുക്കന്മാർക്കൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചതിനും അതിന് വേദി ഒരുക്കിയ രോഹിത്തിനോടും അബാക് മീഡിയയോടും ഹൃദയം നിറഞ്ഞ നന്ദി. ശരിയാണ്, ഞാൻ ഈ ഒരു തലത്തിലേക്ക് എത്തിയത് പറ്റിക്കപ്പെട്ടിട്ടാണ്. അവസാനം ഞാൻ അതെന്താണെന്നറിയാൻ ഇറങ്ങി തിരിച്ചു. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ട്രോമ സ്റ്റേജിലൂടെ ഞാൻ പോയിരുന്ന സമയത്ത് ഞാനൊരു അന്ധവിശ്വാസിയായി മാറി. അതിൽ ഇന്ന മതം എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാ മതവും പെടും. പൂജാരിമാരെ കണ്ടിട്ടുണ്ട്, ജ്യോതിഷന്മാരെ കണ്ടിട്ടുണ്ട്, ഉസ്താക്കന്മാരെ കണ്ടിട്ടുണ്ട്, പാസ്റ്റർമാരെ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് നഷ്ടമായത് എൻ്റെ സമയവും എൻ്റെ പൈസയുമാണ്. അത് 1-2 ലക്ഷങ്ങളല്ല, ഒരുപാട് ലക്ഷങ്ങൾ. അവിടെ ചെല്ലുമ്പം അവരെല്ലാവരും നമ്മുടെ പ്രശ്നങ്ങൾ പറയും. എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അത് കണ്ടിട്ട് അവർ ഇങ്ങനെയല്ലേന്ന് എന്നോട് തിരിച്ചു ചോദിക്കും. അപ്പോൾ ഇവർ നമ്മൾ പറയാത്ത ചില കാര്യങ്ങൾ നമ്മളോട് പറയുമ്പം നമ്മൾ അതിനകത്ത് വീണു പോകും. പലരും ഉണ്ടാവും ഈ കൂട്ടത്തിൽ തന്നെ, അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരും ഉണ്ടാവും. കാരണം നമ്മൾ ഇമോഷണലി തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. നമ്മളെ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ഒരു വഴി കാണിച്ച് തന്നിരുന്നെങ്കിൽ എന്ന് കരുതി വിശ്വാസത്തോടെയാണ് നമ്മൾ അവരെ സമീപിക്കുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത് എനിക്കില്ലാത്ത ദോഷങ്ങളാണ്. ഞാൻ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ദോഷങ്ങൾ എനിക്കുണ്ട്. നാഗദോഷം, ഗന്ധർവദോഷം, അതുപോലെ മധ്യമരഞ്ജു ദോഷം, അങ്ങനെ ഒരുപാട് ദോഷമുണ്ട്. അതുപോലെ ജാതകത്തിൽ 4-ൽ കൂടുതൽ കല്യാണങ്ങളുണ്ട്. മര്യാദയ്ക്ക് ഒരു കല്യാണം പോലും എനിക്ക് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിൽ നിന്ന് പഠിച്ചൊരു പാഠം, ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തി 10 വർഷത്തോളം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച് 12ാമത്തെ ദിവസം അദ്ദേഹം വേറൊരു പെണ്ണിനെ തേടിപ്പോയപ്പം തകർന്നു പോയൊരു ജീവിതം. അതിനാണ് ഞാൻ സൊല്യൂഷൻ തേടിപ്പോയത്. അവിടെയെല്ലാം പറ്റിക്കപ്പെട്ടു. ഞാൻ ബാംഗ്ലൂർ ആയതുകൊണ്ട് വേറെ ഒരു തലത്തിലേക്കൊന്നും ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടില്ല. പക്ഷേ പിന്നീട് ഒരു ട്രോമ സ്റ്റേജിലേക്ക് പോയി. വളരെ വലിയൊരു ട്രോമയെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു 16ാം വയസ്സിൽ സ്നേഹിച്ചു തുടങ്ങിയ പുരുഷൻ 27ാം വയസ്സിൽ വേറൊരു പെണ്ണിനൊപ്പം പോകുമ്പോഴുണ്ടാവുന്ന അവസ്ഥ. അങ്ങനെ ഒരു വലിയ ട്രോമ സ്റ്റേജിൽ പോയി.
നിന്ന സമയത്ത് ഒരു വാശിപ്പുറത്ത് സിവിൽ സർവീസ് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. എല്ലാവരോടുള്ള വാശിക്ക് അങ്ങനെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് ചേർന്നു. മെഡിസിനാണ് എൻ്റെ പ്രൊഫഷൻ. തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. ആ സമയത്ത് കോവിഡ് വന്ന് വീണ്ടും താഴേക്ക് പോയി. ഫിസിക്കലി കംപ്ലീറ്റ് എന്താ പറയുക, ഒരു ഇനി മുമ്പോട്ട് ജീവിതമുണ്ടോ ഇല്ലയോ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ. അവിടെ വെച്ചിട്ടാണ് ജസ്ന എന്ന് പറയുന്ന ഒരു കുട്ടി എന്നെ ഹീൽ ചെയ്യുന്നത്. അന്ന് റേക്കി എന്താണെന്നോ ഇങ്ങനൊരു സ്പിരിച്വൽ എനർജി ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നോട് പറഞ്ഞു രാവിലെ 3 ദിവസം ചേച്ചി എഴുന്നേക്കണം, ചക്ര മ്യൂസിക് അയച്ചു എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് കേട്ടോണ്ട് കിടക്കണം. ഞാൻ അതുപോലെ ചെയ്തു. പക്ഷേ ഡേ 1 ഒരു ചെയ്തതിന് പിറ്റേ ദിവസം എനിക്ക് എന്തോ ഒരു എനർജി ഫീൽ, കുറച്ച് ഡ്രൗസി ആയിരുന്നു ഞാൻ, അതൊന്ന് മാറി. മെഡിസിൻ്റെ ഒരു ഡ്രൗസിനെസ് ഒക്കെ ഒന്ന് മാറി, ഒന്ന് എനർജറ്റിക്കായി. 3 days കൊണ്ട് അത്യാവശ്യം കുറച്ച് ഓക്കെ ആയപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു നീ ഇതെന്താ ചെയ്തേ? അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഇതാണ് റേക്കി. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ വന്നു. എനിക്ക് എപ്പോഴും ഒരു എല്ലാത്തിനും മുമ്പിൽ ഒരു വൈ ക്വസ്റ്റ്യൻ ഉള്ള ഒരാളാണ്. എന്തും എനിക്ക് പിന്നീട് പറ്റിക്കപ്പെട്ട് ഇങ്ങനെ വിശ്വാസവഞ്ചന വന്ന് ചെന്നതിന് ശേഷം പിന്നെ എല്ലാത്തിനും എനിക്ക് റീസൺ അറിയണം, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ്ഡ് ആവണം. നമ്മൾ പറഞ്ഞ് റേക്കിയാണ്, എനർജിയാണ്. അങ്ങനെ ഗൂഗിൾ ചെയ്തു നോക്കി. അപ്പോൾ ഇങ്ങനെ ഒരു കൈക്കകത്ത് 2 എനർജി പോലെ ഒരു ബോളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, ആ കൊള്ളാലോ, ഇത് എനിക്ക് വർക്കും ആയതാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു നീ എന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നെ? കാരണം എനിക്ക് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി, എനിക്ക് IAS ആവണം. അപ്പോൾ നീ കണ്ടിന്യൂ റേക്കി ചെയ്യുമോ? റേക്കി ചെയ്താൽ സിവിൽ സർവീസ് പാസ്സാവാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു ചേച്ചി ഞാനും പഠിക്കുന്നതല്ലേ, എനിക്ക് കണ്ടിന്യൂസ് അത്രയും ദിവസം നാളൊന്നും ചെയ്യാൻ പറ്റില്ല, ചേച്ചിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഡോക്ടർ വിനൂപ് ജയ്പാൽ സാറിനെ എനിക്ക് കണക്ട് ചെയ്യുന്നത്. ഞാനും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റാണ്. ആദ്യമായിട്ട് എന്നെ ഈ എനർജി വേൾഡിലേക്ക് കൈപിടിച്ചത് അദ്ദേഹമാണ്. ഞാൻ മാഷിനെ വിളിച്ചു. മാഷ് എനിക്ക് ആ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തരുന്നത്. പിന്നീട് ലൈഫിൽ ഉണ്ടായ ഒരു ചേഞ്ച്, ഞാൻ ആദ്യമായിട്ട് നോ പറയാൻ പഠിച്ചു. ലൈഫിൽ നോ പറയാൻ അതിന് ശേഷമാണ് പഠിച്ചത്. എന്നോട് ആരെങ്കിലും നോ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും ഞാൻ പഠിച്ചു. മറ്റേ എനിക്കത് പറ്റില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്പിരിച്വാലിറ്റിയിൽ ടാരോയും വേദിക് ന്യൂമറോളജിയും വാസ്തുവൊക്കെ ഞാൻ പഠിച്ചത്. എന്നെ എല്ലാവരും പറ്റിച്ചപ്പോൾ ഇതിൻ്റെ ബിഹൈൻഡ് എന്താണ്, ഇവരെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഇവരിത് പറയുന്നതെന്നറിയാനാണ് ഞാനിതൊക്കെ പഠിച്ചത്. സത്യമായിട്ടും. കാരണം ഇവരിതൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ വർക്കാവും എന്ന് ഡൗട്ട് അനുസരിച്ചിട്ട് ഡൗട്ട് തോന്നിയിട്ടാണ് ഞാനിത് പഠിച്ച്. അതിലെനിക്ക് ഏറ്റവും വലിയ സഹായമായത് ഞാൻ IPHM എന്ന് പറയും, UK ഇതാണ് അക്രഡിറ്റേഷൻ, ഇൻ്റർനാഷണൽ പ്രാക്ടീഷണേഴ്സ് ഓഫ് ഹോളിസ്റ്റിക് മെഡിസിൻ. അതിലെല്ലാം ഞാൻ റിസർച്ച് ചെയ്തു. ഇത് വേദിക് ന്യൂമറോളജിയിലാണെങ്കിലും ടാരോസിലാണെങ്കിലും വാസ്തുവിലാണെങ്കിലും ഒക്കെ. പിന്നീട് ശരിക്കും 2020 സ്റ്റാർട്ട് ചെയ്ത ലൈഫ് ജേർണി, ലൈഫിൽ അപ്ലൈ ചെയ്ത് ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന് എനിക്ക് സ്വയം വിശ്വാസം വന്നതിന് ശേഷം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് നിങ്ങളൊക്കെ ഇന്ന് കാണുന്ന ഒരു നിരഞ്ജനയിലേക്ക് ഞാൻ പുറത്തേക്ക് വന്നത്. അതിന് 2020 തുടങ്ങിയ ജേർണി ഞാൻ 2025 ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തു തുടങ്ങിയത്. പിന്നെ ഇതിലെ കൺസൾട്ടേഷൻ എടുത്ത് തുടങ്ങിയ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ജ്യോതിഷത്തിലോ പൂജയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലും മാത്രമല്ല, ഹീലിങ്ങുകളിലുമുണ്ട്. സ്പിരിച്വൽ ഹീലിങ്ങുകളിലും ഇങ്ങനെ ഒരുപാട് പറ്റിക്കപ്പെടുന്നുണ്ട്. ചക്ര ഹീലിംഗ് ചെയ്ത് ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചക്ര ഹീലിംഗ് ചെയ്യണം. അത് സെക്ഷുവൽ എനർജി റിലീസ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ഗുരുക്കന്മാരുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഹീലാവുള്ളൂ. ഒരുപാട് കൺസൾട്ടേഷൻസ് എനിക്ക് പറയാൻ, എൻ്റെ ക്ലയൻസിൻ്റെ ഇതായതുകൊണ്ടാണ് ഞാൻ ആരെയും അങ്ങനെ എടുത്തു പറയാത്തത്. ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാനൊരു ബുക്ക് എഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നെ തേടി ഒരുപാട് കോളുകൾ വന്നത് കൺസൾട്ടേഷൻ എടുക്കാനായിരുന്നില്ല. മാം ബുക്കിനകത്ത് ഞങ്ങളുടെ കഥകളും കൂടി ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടായിരുന്നു. കാരണം നമ്മളൊരാളെ സമീപിച്ച് നമ്മളൊരു ഇമോഷൻ നമ്മളവിടെ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെ നമ്മൾ ഫീലിങ്സ് അത്രയും തകർന്നിരിക്കുമ്പം നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്ന ഗുരുക്കന്മാർ തന്നെ നമ്മുടെ ഇമോഷൻസിനെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥ. അത് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു പുരുഷന്മാരായിരിക്കുമെന്ന്. പിന്നീട് എനിക്ക് മനസ്സിലായി സ്ത്രീകളും ഉണ്ടെന്നുള്ളത്. കാരണം പുരുഷന്മാരും എന്നെ വിളിക്കാൻ തുടങ്ങി. അത്
ഈ മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ ഇതിലാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്. നമ്മൾ എന്താണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നതാണ് ഒരു റിയൽ സ്പിരിച്വാലിറ്റി എന്നാണ് എൻ്റെ ഒരു റിയലൈസേഷൻ. എന്ന് ഞാൻ എന്നെ തിരിച്ചറിയുന്നു, അന്ന് ഞാൻ സ്പിരിച്വലായി. അതിന് നമ്മളെ പ്രാപ്തമാക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള വഴികളാണ് മെഡിറ്റേഷൻ ആണെങ്കിലും യോഗയാണെങ്കിലും എനർജി ഹീലിംഗ് ആണെങ്കിലും മറ്റുള്ള പല ടൂളുകൾ. പിന്നെ നമ്മൾ തന്നെ നമ്മളെ ഹീൽ ചെയ്യണം. അതിപ്പോൾ ഏതും ഇതിലാണ്. നമ്മൾ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഹീൽഡ് ആണെങ്കിൽ, സ്ട്രോങ് ആണെങ്കിൽ ഒരാൾക്കും നമ്മളെ പറ്റിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇതിലൊക്കെ വീക്കായിരുന്നപ്പോഴാണ് ഓരോ സ്റ്റോറികൾ പറഞ്ഞ് എൻ്റെ ലക്ഷ്യങ്ങൾ പോയതും സമയം പോയതും ഒക്കെ. എന്ന് ഞാനിത് തിരിച്ചറിഞ്ഞു, അന്ന് ഞാൻ ഹീൽഡായി. അന്നൊരു GNM നേഴ്സായിരുന്ന ഞാൻ ഇന്ന് MSc പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് സൈക്കോളജി കഴിഞ്ഞ് ഞാൻ ലെക്ചറാണ്, ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ടാരോ ഇതിലെല്ലാം ഹീലിംഗ് മൊഡാലിറ്റിയിലൊക്കെ ആണെങ്കിലും ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനോട് കൂടിയിട്ട് എനിക്ക് പഠിച്ചിറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 5ഓളം പ്രൊഫഷൻസ് എൻ്റെ കയ്യിലുണ്ടിന്ന്. ഒരിക്കൽ 2000 രൂപ പോലും എടുക്കാൻ കയ്യിലില്ലാതെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൈ നീട്ടിയപ്പോൾ സ്വന്തം ശരീരം വിറ്റ് ജീവിക്കാൻ പറഞ്ഞ ഒരാളായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അവിടെ നിന്ന് ഞാൻ നേടിയത്, ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്, എനിക്ക് കഴിയുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കഴിയും. സോ പറ്റിക്കപ്പെടാതിരിക്കുക. എന്താണ് റിയൽ, എന്താണ് ഫേക്ക് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്കുണ്ട്. നമ്മുടെ ഇമോഷൻസിനെ വേറൊരാളുടെ കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കാതിരിക്കുക. നിങ്ങൾ എടുക്കുന്ന മെത്തേഡ് റൈറ്റ് ആവുക. ഏത് ഇതാണെങ്കിലും, റേക്കി ആണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും എല്ലാ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഇതെടുക്കാം, ഗൈഡൻസ് എടുക്കാം. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അവർക്കൊരു 10% നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റിയാൽ ബാക്കി 90% നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, എനിക്കതേ പറയാനുള്ളൂ. നന്ദി. താങ്ക് യു നിരഞ്ജന. ദർശന, ജീവിത വിജയം ആത്മീയതയിലൂടെ എങ്ങനെ നേടാം? 10 മിനിറ്റ്. നിങ്ങളുടെ ഗുരു വിനൂപ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിന് സ്വാഗതം. സാറ് പുറകിലിരിക്കുകയായിരുന്നു, കണ്ടില്ല, മുന്നിൽ വന്നിരുന്നപ്പോഴാണ് കണ്ടത്. താങ്ക് യു. രോഹിത്, ആദ്യം തന്നെ നന്ദി പറയട്ടെ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇവിടെയുള്ള എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ എൻ്റെ ഗുരുക്കന്മാരാണ്. മാമിൻ്റെ വീഡിയോ ഞാൻ ജ്യോതിഷം ചാനലിൽ കണ്ടിട്ടുണ്ട്. ഷാഹിദ മാം എൻ്റെ ഏഞ്ചൽ മാസ്റ്ററാണ്. സാറിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഒരുപാട് കണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. തസ്മൈ ഗുരു സാറിൻ്റെ ഞാൻ കുറച്ചൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, ചില സാഹചര്യങ്ങൾ ടെർമിനേറ്റ് ആയി പോയതായിരിക്കും. സാറിൻ്റെയും വീഡിയോസ് കണ്ടിട്ടുണ്ട്. നിരഞ്ജന ചേച്ചി മാഷിൻ്റെ സ്റ്റുഡൻ്റാണ്. എൻ്റെ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രദീപേട്ടൻ, എൻ്റെ ശിവോഹം, എല്ലാവരും കണക്റ്റഡ് ആണ്. ആ സന്തോഷം ആദ്യം തന്നെ പറയട്ടെ. ആത്മീയത എങ്ങനെയാണ് നിത്യജീവിതത്തിൽ എന്നാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള വിഷയം. അതായത് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചെയ്ത മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയുള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പ്രാർത്ഥന, പിന്നെ മറ്റ് ഗുരുക്കന്മാർ പറഞ്ഞ പോലെ തന്നെ ധ്യാനം. പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ. ധ്യാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുക. ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ, കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മെഡിറ്റേഷൻ്റെ പല വേർഷൻസുകൾ എല്ലാവർക്കും അറിയും, ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിൽ നിസ്സാരമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോ തോട്ട് മെഡിറ്റേഷനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അത് ചെയ്യുന്ന സമയത്ത് നമ്മളെ നയിക്കും. വേണ്ടത് എന്താണോ അത് നമുക്ക് ഈശ്വരൻ കൊണ്ടുവന്ന് തരും, വേണ്ടാത്തത് എന്താണോ അത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. ഇതേപോലെ തന്നെ നിരഞ്ജന ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യം ഞാൻ സ്പിരിച്വാലിറ്റിയിൽ എത്തുന്നത് ടാരോ എന്ന ഒരു കാര്യത്തിൽ നിന്നാണ്. അതെൻ്റെ ഗുരു പ്രദീപ് സാറാണ് എനിക്കത് കണക്ട് ചെയ്ത് തന്നത്. അതിൽ നിന്നാണ് പല ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഹീലിംഗ് മൊഡാലിറ്റിയിലേക്കും എത്തിയിട്ടുള്ളത്. അതിൽ എൻ്റെ ലൈഫിൽ ചേഞ്ച് വരുത്തിയത് 2023 നവംബറിൽ ഞാൻ വിനൂപ് സാറിൻ്റെ ക്ലാസ്സിൽ എത്തപ്പെടുകയാണ്. അന്ന് ഞാൻ സാറിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞ കരച്ചിൽ. സാർ അന്ന് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി നിനക്ക് ജീവിതത്തിൽ കരയേണ്ടി വരില്ല എന്ന്. അതിനുശേഷം എനിക്ക് ആ ഒരു ഗിഫ്റ്റാണ് എനിക്ക് സാറ് തന്നത്.
അതിലൂടെയാണ് എനിക്ക് പല പല കാര്യങ്ങളും കണക്ട് ചെയ്തപ്പോൾ ഏഞ്ചൽ ഹീലിംഗ് ആണെങ്കിലും ആകാശിക് റെക്കോർഡ് ആണെങ്കിലും എല്ലാം എനിക്ക് കൊണ്ടുവന്ന് തന്നത്, ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ പോലും വിചാരിച്ചതല്ല. പറയുകയാണെങ്കിൽ ജ്യോതിഷത്തിൽ ഒന്നും ഒട്ടും വിശ്വാസമില്ലാത്ത ആളാണ്. കല്യാണം കഴിച്ചത് പോലും ജാതകം ഒന്നും നോക്കിയിട്ടല്ല ഞാൻ കല്യാണം. വീട്ടിൽ നിന്ന് എൻ്റെ ജാതകം എന്തെങ്കിലും കാര്യത്തിന് കൊണ്ടുപോകണം. വീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം യാഥാസ്ഥിതിക ഫാമിലിയാണ്. അപ്പോൾ ജാതകം എടുത്ത് പോവുകയാണെങ്കിൽ ഞാൻ മുടക്കും, വേണ്ട അത് നോക്കിയിട്ട് വെറുതെ എന്തിനാ ടെൻഷൻ അടിക്കണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പം ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി പറഞ്ഞു കൊടുക്കുക. അതൊക്കെ നിയോഗം എന്നാണ് പറയാൻ പറ്റുക. അതേപോലെ തന്നെ റേക്കിക്ക് എത്തുന്നതിന് മുമ്പ് ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടുണ്ട് മറ്റൊരു ആളിൽ നിന്ന്. അപ്പോൾ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. നല്ലതിലേക്ക് എത്തിപ്പെടുക, ഇതിൻ്റെ മോശം വശം നമ്മൾ കണ്ടുപിടിച്ച് അതിൽ പോയി പെടാതിരിക്കുക എന്നുള്ളതും കൂടിയിട്ടാണ് പറയാനുള്ളത്.